ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായിരുന്നാലും നമ്മളുടെ ബേക്കൺ ഓഫ് ഹോപ്പിൻ്റെ ചാപ്റ്റർ ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് നമ്മളിതാ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ പറ്റിയിട്ടും കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ ചെറിയൊരു നോട്ട് നോക്കാം. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആർ ലൈക്ക് സൂപ്പർ ഹീറോസ് ഇൻ അവർ നൈബർഹുഡ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോസ് ആണ്. ദേ ഡു ഇമ്പോർട്ടൻറ്റ് ജോബ്സ് ഇൻ കീപ്പ് അസ് സേഫ് ആൻഡ് ഹാപ്പി. നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ സേഫാക്കി ഇരുത്താനും വേണ്ടിയിട്ട് അവരൊരുപാട് ജോലികൾ ചെയ്യും. They work in different places like schools, hospitals and even on the streets. നമ്മളെന്താ പറയുക, അവർ ഒരുപാട് പ്ലേസസിൽ വർക്ക് ചെയ്യും. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, സ്ട്രീറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത്. പോലീസ് ഓഫീസേഴ്സ് മേക്ക് ഷുവർ എവ്രിവൺ ഈസ് സേഫ്. പോലീസ് ഓഫീസേഴ്സ് എന്താ പറയുക, ഉറപ്പുവരുത്തും നമ്മളെല്ലാവരും സേഫ് ആണോ എന്നുള്ളത്. ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ടേക്ക് കെയർ ഓഫ് ആസ് വെൻ വി ആർ ഇൽ. നമ്മൾ വയ്യാതാവുമ്പോഴത്തേക്കിനും നമ്മളെ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ പരിചരിക്കും. ടീച്ചേഴ്സ് ഹെൽപ്പ് us ലേൺ ആൻഡ് ഫാമേഴ്സ് ഗ്രോ ക്രോപ്സ് പ്രൊവൈഡിങ് us the food we eat. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയുക, ഫാമേഴ്സ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കും. ദേ ആർ ലൈക്ക് റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ്. അവരെന്താണ്, റിയൽ ലൈഫിലെ ഹീറോസാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ നോക്കാം. എന്താ പറയുക, ലൈഫ് ഗാർഡ്സ്, ഫയർ ഫൈറ്റേഴ്സ്, ഗാർബേജ് കളക്ടേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്. ലൈഫ് ഗാർഡ്സ് എന്താ ചെയ്യുക, നമ്മൾ ബീച്ചിലൊക്കെ തിരമാലകളിലൊക്കെ അകപ്പെടുമ്പോൾ നമ്മളെ രക്ഷിക്കും. ഫയർ ഫൈറ്റേഴ്സ് അപ്പോൾ എന്താ ചെയ്യുക, ഫയർ ഫൈറ്റേഴ്സ് നമ്മൾ എവിടെയെങ്കിലും തീയിൽ പെട്ടു പോകുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാവരെയും മാറ്റി നിർത്തും. അവിടെ നിന്ന് നമ്മളെല്ലാവരെയും സേഫ് ആക്കിയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റും. മാത്രമല്ല വേറെ എന്ത് ചെയ്യാം, പിന്നെ ആ തീയെല്ലാം നമ്മളെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ തീയെല്ലാം അവരുടെ ജീവൻ പണയം വെച്ചിട്ടും അവരെന്ത് ചെയ്യും, തീയെല്ലാം മാറ്റും. ഗാർബേജ് കളക്ടേഴ്സ്, നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന, എൻവിയോൺമെൻറ്റിനെ ചീത്തയാക്കുന്ന ഒരുപാട് സാധനങ്ങളെ എന്ത് ചെയ്യും, അവരെല്ലാം പറക്കിയെടുത്ത് കളയും. ഇതിനെയാണ് ഗാർബേജ് കളക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹെൽത്ത് വർക്കേഴ്സ് എന്താ ചെയ്യുക, ഹെൽത്ത് വർക്കേഴ്സ് നമ്മൾ ഒരു വയ്യാതെ ആയി കിടക്കുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട മെഡിസിൻസും നമുക്ക് വേണ്ട പരിചരണവും എല്ലാം അവർ തരും. എന്താ, സ്വന്തം അമ്മയെ പോലെ അവർ നമ്മളെ പരിചരിക്കും. അതായത് സ്വന്തം മക്കളെ പോലെ അവർ നമ്മളെ പരിചരിക്കും. നമുക്ക് അവരെ ഒരു സ്വന്തം അമ്മയായിട്ട് തോന്നും. ഓക്കെ, ഇനിതാ നെക്സ്റ്റ് ഉള്ളത് നമുക്കിനി കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിന് ഒരു ചെറിയൊരു താങ്ക് യു നോട്ട് എഴുതാം. ഓക്കെ, നമ്മളൊരു താങ്ക് യു നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. ഫസ്റ്റ് തന്നെ താങ്ക് യു നോട്ട് എന്താണെന്ന് നോക്കാം, എന്നിട്ടല്ലേ നമ്മൾ എഴുതുന്നത്. താങ്ക് യു നോട്ട്സ് ആർ പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ടു കൺവേ our appreciations and gratitude to others. താങ്ക് യു നോട്ട് എന്ന് പറയുന്നത് പൊളൈറ്റായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. പൊളൈറ്റായിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ മറ്റൊരാളോട് നമ്മൾ നന്ദി അറിയിക്കുന്നതും നമ്മളെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനുമാണ് ഈ ഒരു താങ്ക് യു നോട്ട്. ഒരു ലെറ്റർ വഴി നമ്മളുടെ നന്ദിയെയും നമ്മളുടെ അഭിനന്ദനങ്ങളെയൊക്കെ എന്താ പറയുക, അഭിനന്ദിക്കുന്നതാണ് ഈ ഒരു താങ്ക് യു നോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഹൗ ടു റോട്ട് എ താങ്ക് യു നോട്ട്, എങ്ങനെ നമുക്കൊരു താങ്ക് യു നോട്ട് എഴുതാം. സ്റ്റാർട്ട് വിത്ത് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ്. ഒരു ഫ്രണ്ട്ലി ഗ്രീറ്റിങ്ങോട് കൂടിയിട്ട് തുടങ്ങണം. എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലിയർ. നമ്മുടെ നന്ദി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. യൂസ് എ ക്ലോസിങ് ഫ്രേസ് ലൈക്ക് വിത്ത് ലവ് ഓർ വാം റിഗാർഡ്സ്. എന്താ, ഒരു ക്ലോസിങ് ഫ്രേസ് നമ്മളത് എഴുതി തീരുമ്പോൾ ഒരു ക്ലോസിങ് ഫ്രേസ് യൂസ് ചെയ്യണം. എങ്ങനെ, വിത്ത് ലവ്, സ്നേഹത്തോടെ അല്ലെങ്കിൽ കരുതലോടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെന്താ, ട്രൈ ടു കീപ് ദ നോട്ട് ബ്രീഫ്. ചുരുക്കി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അറ്റ് ലാസ്റ്റ് റൈറ്റ് യുവർ നെയിം ആൻഡ് സിഗ്നേച്ചർ. ഏറ്റവും അവസാനം നിങ്ങളുടെ പേരും ഒപ്പും എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിതാ നമുക്ക് ലാസ്റ്റ് താങ്ക് യു നോട്ട് ഒന്നുകൂടെ പറയാം കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം.
നൗ റൈറ്റ് എ താങ്ക് യു നോട്ട് ഫോർ യുവർ ഫേവറേറ്റ് കമ്മ്യൂണിറ്റി ഹെൽപ്പർ. ഇനി നിങ്ങൾ ഒരു എന്താ പറയുക, താങ്ക് യു നോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്പർ എന്താണെന്ന് പറഞ്ഞു എഴുതാനാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഡിയർ പ്രകാശ് ഏട്ടൻ. നമ്മളിപ്പോൾ പ്രകാശ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഐ വാണ്ട് ടു സേ ബിഗ് താങ്ക് യു ഫോർ റെസ്ക്യൂയിങ് ദ ചൈൽഡ് ഹൂ ആക്സിഡൻ്റലി ഫെൽ ഇൻ ടു ദ ബിഗ് വേവ്സ്. എന്താണ്, എനിക്ക് നിങ്ങളോടൊരു വലിയ താങ്ക് യു പറയണം. ഒരു കുട്ടി അബദ്ധവശാൽ വലിയ തിരമാലകളിലേക്ക് വീണുപോയ ഒരു കുട്ടീനെ താങ്കൾ രക്ഷിച്ചതിന്. ഓക്കെ, ഇനിതാ നോക്കിക്കോ. വി ഓൾ ഗോട്ട് വെരി സ്കെയർഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഞങ്ങളെല്ലാവരും ആ ഒരു നിമിഷം വളരെ ഭയപ്പെട്ടു അല്ലേ. നമുക്ക് പേടി വരത്തില്ലേ ഒരാൾ കടൽ തിരമാലയിൽ പെട്ടുപോകുമ്പോൾ, അതൊരു കുട്ടി. ബട്ട് യു suddenly jumped into the waves and took her out from the waves. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്തു, നിങ്ങളുടെ ജീവൻ പോലും നോക്കാതെ കടലിലേക്ക് എടുത്തു ചാടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. വി റിയലി അപ്രീഷിയേറ്റ് യുവർ കറേജ് ആൻഡ് എന്താ പറയുക, കൺസിഡർ. നിങ്ങളുടെ ധൈര്യത്തെയും കരുതലിനെയും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞങ്ങൾ അഭിനന്ദിക്കുന്നു. റിയലി ലൈഫ് ഗാർഡ് ആർ സൂപ്പർ ഹീറോസ്. എന്താണ്, ലൈഫ് ഗാർഡ്സ് എന്ന് പറയുന്നത് റിയലി ഒരു സൂപ്പർ ഹീറോസ് ആണ്. ഇനി എന്താ ലാസ്റ്റ്, വിത്ത് ലവ് ഹബീബ സൈ. എൻ്റെ പേരാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ പേര് എഴുതാക്കോ കേട്ടോ. സോ വിത്ത് ലവ്, സ്നേഹത്തോടെ ഹബീബ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു നോട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് നന്ദി രേഖപ്പെടുത്തുക.